ഹായ് കൂട്ടുകാരെ, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസ്സലാമു അലൈക്കും. സൈമൺ ബ്രിട്ടോ സ്മാരകത്തിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. പെരിന്തൽമണ്ണയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സ്വാതന്ത്ര്യം എന്നറിയപ്പെടുന്ന ഈ സ്മാരകത്തിൽ എല്ലാ വർഷവും ദശദിന ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. സലീം കീശേരിയാണ് ഇതിൻ്റെ കോർഡിനേറ്റർ. മുഹമ്മദ് ഷെരീഫ് മുസ്ലിയാർ എന്ന ആളാണ് ഈ ഇരിക്കുന്നത്. സൈനുദ്ദീൻ എന്ന് പറയപ്പെടുന്ന ആളാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിന് ആക്സിഡൻറ്റ് സംഭവിച്ചതാണ്. ഷെരീഫ് മുസ്ലിയാർക്ക് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയപ്പെടുന്ന അസുഖമാണ് അയാൾക്കുള്ളത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ക്യാമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്നവർക്ക് നിൽക്കാം, വന്നു പോകുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ദിവസവും നിൽക്കുന്നവരെ ബെഡുകളാണ് കാണുന്നത്. പുറത്തേക്കുള്ള ചെറിയൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ വരാന്തയുടെ ആ തലകളിലായി ആ കാണുന്ന ആ ഭാഗത്ത് 2 ബെഡ്റൂമുകളുണ്ട്. ഈ കാണുന്ന ഡ്രസ്സുകളൊക്കെ കഴുകിയിട്ടിരിക്കുന്നത് അവിടെ താമസിക്കുന്ന ആളുകളുടേതാണ്. അതിൻ്റെ ഈ ഭാഗത്ത് അങ്ങനെ ആയി ഒരു ഹാളുണ്ട്. എല്ലാവരും വയ്യാത്തവരാണ്. എല്ലാവരും വീൽ ചെയറിലും ഇലക്ട്രോണിക് വീൽ ചെയറിലൊക്കെയാണ്. ഇതാണ് ഹാള്. ഇതിൻ്റെ തലക്കെ കാണുന്ന ഫോട്ടോ ആണ് സൈമൺ ബ്രിട്ടോ പറഞ്ഞ ആൾ. അയാളുടെ പേരിലാണ് ഈ സ്മാരകം ഉള്ളത്. അതാണ് ഇയാൾ. ഈ ബെഡ്റൂമിൽ ഇടയ്ക്കൊക്കെ വലിയ വലിയ ഫാനുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. രോഗികൾ കിടക്കുന്ന സ്ഥലമാണ്. ഇതൊക്കെ ഓരോ അസുഖങ്ങളും വാദത്ത് കുഴഞ്ഞവരും പലവിധ അസുഖക്കാരാണ്. ഇതിൻ്റെ 1ാം നിലയിലേക്ക് കയറാൻ റാമ്പ് മാതിരി വാർത്തിട്ടിരിക്കുകയാണ്. ആളുകൾ വീൽ ചെയറും സ്ട്രെച്ചറിലൊക്കെ ആയിട്ട്, അധികം വീൽ ചെയറാണ് ഉണ്ടാവല്. തള്ളി മുകളിലേക്ക് ഉന്തിക്കൊണ്ടുപോകുന്നതാണ്. താഴോട്ട് ഇറങ്ങാനൊക്കെ വലിയൊരു ബുദ്ധിമുട്ടുള്ള അതിന് പറ്റിയ ഒരു സ്മാരകമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലുള്ള സൗണ്ടാണ് ഇതിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. പലവിധ രോഗികൾ ഇവിടെ ഉണ്ട്. നമുക്ക് രോഗികളെ കാണുമ്പോൾ തന്നെ നമുക്ക് പല സങ്കടങ്ങളൊക്കെ വരാൻ ക്യാമ്പിൽ ആയുർവേദ ഡോക്ടർമാർ പരിശോധിക്കുന്നു എന്നറിഞ്ഞ് ഞാനും കൂട്ടുകാരും ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കുന്നു. പുറത്തേക്ക് കോലാഹലം എന്തെന്നറിയാൻ പുറത്തേക്കൊന്ന് ക്യാമറ കണ്ണുകൾ പോയി. അപ്പോൾ അവിടെ ഒരു വിദ്വാൻ മിമിക്രി അവതരിപ്പിക്കാനുള്ള സെറ്റപ്പിലാണെന്ന് തോന്നുന്നു. വീൽ ചെയറിലുള്ളവരും ട്രോമാക്കാരൻ്റെ ആളുകളും ബൈസ്റ്റാൻഡർമാരുമൊക്കെ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. അവിടെ അതിൻ്റെ ഓരോ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കാനായ അവർക്ക് നല്ലൊരു കൈ കൊടുക്കാം. ഏകദേശം 90% അതിന്റെ ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, അദ്ദേഹം പറഞ്ഞ 40%. ഇവിടെ പറഞ്ഞു കോൺസെപ്റ്റോട് കൂടിയിട്ടാണ് നമ്മളെല്ലാവരും അല്ലെ ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നത്. നമ്മൾ നല്ല നെയ്യത്തോട് കൂടി, നല്ല മനസ്സോട്, നല്ല പ്രാർത്ഥനയോട് കൂടി കയറുന്നു. 100-300 ആളും അവരെ ചരക്കം വെച്ചുകൊണ്ട് വിമാനം ടേക്ക് ഓഫ് ചെയ്യാം. ടേക്ക് ഓഫ് ടേക്ക് ഓഫ് എന്ന് പറയുന്ന മലയാളത്തിൽ എന്താ പറയാം? ടേക്ക് ഓഫ് ചെയ്തു. പച്ച മലയാളം പൊടുത്തം വിടുന്നത് ടേക്ക് ഓഫ്. പൊടിച്ചു വിടുക, പൊടുത്തം വിട്ടുന്നതന്നെ വിമാനം പൊടുത്തം വിടുക. അപ്പൊ വിമാനം പൊടുത്തം വിട്ട കഴിഞ്ഞാൽ അകത്തിരിക്കുന്ന പാസഞ്ചേഴ്സിന് കിട്ടുന്ന ശബ്ദമുണ്ട്. ആ ശബ്ദം ഞാനൊന്ന് അനുകരിക്കുകയാണ്. നമ്മൾ അകത്ത് ഏറ്റവും മുറുക്കിയിരിക്കുകയാണ്. അപ്പൊ വിമാനം ഇങ്ങനെ പോയി റൺവേക്ക് പോയി ഇങ്ങനെ മെല്ലെ 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 ചെന്ന് സ്ലോവിൽ അങ്ങോട്ട് പോയി സ്പീഡിൽ തിരിച്ചു ഒറ്റ പോലെയാണ്. ആ പൊങ്ങുന്ന ശബ്ദമാണ്. അപ്പൊ ചില ആൾക്കാർക്ക് ചെവി അടയും, ചിലക്ക് ചെവിയിൽ പഞ്ഞു വെക്കും അല്ലേ? പഞ്ഞു വെക്കാൻ ഇങ്ങനെ പിടിച്ചിട്ട് അല്ലെങ്കിൽ എയർഫോണൊക്കെ ഫിറ്റ് ചെയ്യും. പക്ഷെ അത്രമാത്രം ഒരു ഭീകരമായ ശബ്ദമാണ്.
ആ ശബ്ദം ഞാൻ എന്റെ മിമിക്രി ഭാവനയിൽ നിന്ന് കളിപ്പിക്കാന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ കൈയടിക്കാം. ഞാൻ ആദ്യം പറഞ്ഞ ഓർമ്മണ്ടല്ലോ, കൈയടിച്ചു കഴിഞ്ഞാൽ ചിരിച്ചാൽ ആയുസ് 2 മണിക്ക് നിറഞ്ഞ മനസ്സോട് ഇവിടെ ലോകത്ത് കൈയടിച്ചോ പറ്റില്ല. വിമാനം ടേക്ക് ഓഫ് ചെയ്യണം. ഇങ്ങനെ ശബ്ദമാണ് കേൾക്കുക, ആകെ നോളജുണ്ടാവും. അപ്പൊ ഒരു രക്ഷയില്ല. എന്തൊക്കെയാ പറഞ്ഞത്? ഒരു രക്ഷയുണ്ടാവില്ല. എന്തൊക്കെയാ പറയുന്നത്? സുഖമായി നമ്മൾ ലെവലായിട്ട് കുഴപ്പമൊന്നുമില്ല. ഒരു